അങ്ങനെ ഓരോ അടുപ്പിലായിട്ടേ ഓരോ സാധനങ്ങൾ വെന്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ സാമ്പാർ, പുളിശ്ശേരി, കോവയ്ക്ക മെഴുക്ക് വരട്ടി, കൂട്ടുകറി, പിന്നെ അച്ചാർ. അങ്ങനെ ഇപ്പോൾ ഗ്യാസിൻ്റെ പ്രശ്നവും കൂടി ഉള്ളതുകൊണ്ട് എല്ലായിടത്തും തന്നെ വിറകടുപ്പാക്കിയല്ലോ. ഈ വീട് മൊത്തം വേപ്പാണ്. വിഷമില്ലാത്തത് ഉപയോഗിക്കാമല്ലോ. ഈ വറുത്തതും കൂടെ ചേർത്ത് എത്ര രൂപയ്ക്ക് കൊടുക്കണേ? ഇങ്ങനൊരു ഊണ് അല്ലേ? ഇതാണ് 70 രൂപയ്ക്ക് വാഴ ഇലയിൽ കിട്ടുന്ന ഊണ്. ഒഴിക്കാൻ വേണ്ടി സാമ്പാറുണ്ട്, മീൻചാറുണ്ട്, ഇനി പുളിശ്ശേരി ഉണ്ട് കേട്ടോ. കൂടാതെ കൂട്ടുകറി, തോരൻ, മെഴുക്കുവരട്ടി, ഇത് തോരനല്ല, മാങ്ങാച്ചാറ്, പപ്പടം, ഇങ്ങനെ മീൻ വറുത്തത്. അപ്പോൾ വറുത്ത മീനും ചേർത്തിട്ടാണ് 70 രൂപയ്ക്ക് കൊടുക്കണം. ഈ വീട് തന്നെ വലിയ രസമാണ് കേട്ടോ. ഇവിടുന്ന് ഊണ് കഴിച്ചില്ലെങ്കിലും ഈ വീടിൻ്റെ മുറ്റത്തേക്കൂടെ ഒരു റൗണ്ട് നടന്നിട്ട് പോയാൽ തന്നെ ഒരു പ്രത്യേക സന്തോഷമാണ്. കാരണം നിറച്ച് മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിരിക്കുക. കറിവേപ്പൊക്കെ ഇഷ്ടം പോലെ. ഇങ്ങനെ അവിടെ അടുക്കളയിൽ വെളിച്ചെണ്ണ അടുപ്പയിൽ ഒഴിച്ചിട്ടാണ് ഓടി വന്ന് കറിവേപ്പിലയും പറിച്ചുകൊണ്ട് ഇങ്ങനെ പോകുന്നത്. അത്രയും ഫാം ഫ്രഷ് എന്നൊക്കെ പറയുന്നത്. അതുപോലെ ചക്ക, മാങ്ങ, എല്ലാ സാധനങ്ങളും. അത് പോരാണ്ട് ഇവിടെ ഈ ട്രെയിൻ പോണ ഒരു സൗണ്ട് ഒഴിച്ചാൽ വേറെ വണ്ടികളുടെ സൗണ്ടൊന്നും കേൾക്കാനില്ല. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളപ്പോൾ ആലപ്പുഴ ജില്ലയിലാണ്. ഇത് മാരാരിക്കുളം റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ട് ചേർന്നൊരു വീട് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു ചേട്ടനും ചേച്ചിയും കൂടെ വീട്ടിൽ ഊണ് കൊടുക്കുകയാണ്. അവർ ഒരുപാട് വർഷം കാറ്ററിംഗ് ഒക്കെ നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ വീട്ടിൽ ഊണ് വിളമ്പി ഇങ്ങനെ കൊടുക്കാൻ തുടങ്ങിയിട്ട് ഒരു 6 മാസമായിട്ടുള്ളൂ. അപ്പോൾ ഇതിൻ്റെ തൊട്ടടുത്ത് വർക്ക് ചെയ്യുന്ന ഒരു പയ്യൻ ഇൻസ്റ്റാഗ്രാമിൽ, സുകേഷ്. അപ്പോൾ പുള്ളിയാണ് എനിക്ക് ഈ കടയെ പറ്റി കുറേ നാളായി പറഞ്ഞിട്ട് നമുക്ക് ഇനി ആലപ്പുഴ വരുമ്പോൾ എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ആളും കൂടി ഉണ്ടായിരുന്നു, ഇപ്പോൾ വരും. ഇവിടുത്തെ വിശേഷങ്ങളാണ് നമ്മൾ പങ്കുവയ്ക്കുന്നത്. 70 രൂപയ്ക്ക് വാഴ ഇലയിലാണ് ഊണൊക്കെ കൊടുക്കുന്നത്. പിന്നെ നമുക്ക് അകത്തേക്ക് കയറിയിട്ട് അടുത്ത കാഴ്ചകളൊക്കെ കാണാം. എന്നാ മീനാ ഇന്ന്? മത്തി. അപ്പം മത്തിക്കറിയാണ്. പലതരം അച്ചാറുകൾ കണ്ടിട്ടുണ്ടല്ലോ. ഇത് നോക്കിയേ, ബീട്രൂട്ട് കൊണ്ടുള്ള അച്ചാറാണ് ഇന്ന്. അതെ, ഇപ്പം ഉണ്ടാക്കി വെച്ചിട്ടുള്ളൂ. നല്ല ചൂടോടുകൂടിയുള്ള അച്ചാറ് കണ്ട ചേട്ടാ. 70 രൂപയ്ക്കാണ് ഊണ് കൊടുക്കണം അല്ലേ? മീൻ കൂടെ ചേർത്ത്. തുടങ്ങിയപ്പോൾ മുതൽ ഇങ്ങനെ തന്നെയാ? എല്ലാവരും 100, 120 ഒക്കെ മേടിക്കുന്നുണ്ട്. എത്ര വർഷമായി പാചകരംഗത്ത്? പാചകരംഗത്ത് 10-15 വർഷമായി. സദ്യക്കാ പോണേ അല്ലേ? നേരത്തെ പിന്നെ വേറെ എന്തൊക്കെയാ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു? കമ്പനിലായിരുന്നു, പാം ഫയർ. അവിടെ 30 വർഷം സർവീസ്. റിട്ടയർ ആയി. ഇത് തുടങ്ങിയിട്ടോ? ഇത് തുടങ്ങി ഒരു 6 മാസം. ഇത് ആരാ ഇങ്ങനെ പറഞ്ഞ? ചേച്ചിയാണോ പറഞ്ഞത്? അതെ ചേട്ടൻ? അല്ല, എന്റെ സ്വന്തം ഇഷ്ടവാ അല്ലേ? ഇഷ്ടപ്രകാരം നമുക്ക് എന്തെങ്കിലും വെറുതെ ഇരിക്കാൻ വയ്യ. അന്നേരം ഇപ്പൊ സദ്യക്കൊക്കെ പോവലുണ്ടോ? ചെയ്തു കൊടുക്കും. ഓർഡർ അത്യാവശ്യം പോകും. അപ്പൊ ഇവിടെ ഇപ്പൊ എന്തെങ്കിലും സദ്യക്കൊക്കെ ഓർഡർ പറഞ്ഞാൽ അതും ചേട്ടൻ ചെയ്തു കൊടുക്കുന്നുണ്ട് അല്ലേ? പിന്നെ അവധിയുമില്ല? അവധിയൊന്നുമില്ല. ഞായറാഴ്ച വർക്കാം. നമുക്ക് കുറച്ച് സ്ഥിര ആൾക്കാരുണ്ടല്ലോ റെയിൽവേക്ക്. ഞായറാഴ്ച വർക്ക്. നിങ്ങൾക്കപ്പോ എപ്പോഴാ റെസ്റ്റ്? ഞങ്ങൾക്ക് റെസ്റ്റ് വൈകുന്നേരം മാത്രമേ ഉണ്ട്. രണ്ടുപേരും തന്നെയാ എല്ലാം. സാമ്പാർ. ഈ വറുത്തതും കൂടെ ചേർത്ത് എത്ര രൂപയ്ക്ക് കൊടുക്കണേ? ഇങ്ങനൊരു ഊണ് അല്ലേ? പപ്പടം കൂട്ടി കഴിക്കും. ഇവിടെ നിന്നിപ്പോൾ നല്ലോണം നേരം വൈകിട്ടോ. എന്താണെന്ന് വെച്ചാൽ ഭയങ്കര മഴയല്ലായിരുന്നോ? അപ്പോൾ വിറകൊക്കെ നനഞ്ഞിട്ട് അത് കത്തുപിടിപ്പിച്ച് വരുമ്പോഴേക്കുള്ളൊരു താമസം. അങ്ങനെ ഇച്ചിരി നല്ലോണം വൈകി. ഞാൻ വരാനും വൈകി, ഇവിടുത്തെ കുക്കിങ്ങും എല്ലാം ഒന്ന് വൈകി. സുനിൽകുമാർ എന്നാണ് ചേട്ടൻ്റെ പേര്. ചേട്ടൻ ഈ സദ്യക്കൊക്കെ ഒരുപാട് വർഷങ്ങളായിട്ട് കാറ്ററിംഗ് വർക്കൊക്കെ ചെയ്തു കൊടുത്തുകൊണ്ടിരുന്ന ആളാണ്. നല്ല അച്ചാറും സദ്യക്കൊക്കെ വയ്ക്കണ പോലത്തെ ഒരു സാമ്പാറും. കൊള്ളാം. ചേച്ചിയും ചേട്ടനും തന്നെയാണ് എല്ലാ കാര്യങ്ങളും. അല്ലാതെ തന്നെ പാഴ്സൽ 80. അതെ, 100, 120 ഒക്കെ കൊടുക്കണം. അതെ, അത് നല്ല ഭക്ഷണമാണ്. നല്ല നമുക്ക് വീട്ടിലൊക്കെ കഴിക്കില്ലേ, അത് മാതിരി ഉണ്ട് കേട്ടോ. കഴിഞ്ഞ ദിവസം ഇങ്ങനെ മഴ ആയതുകൊണ്ട്, മഴ ഭയങ്കര മഴയല്ലായിരുന്നോ? അതൊരു പ്രശ്നമാണ്. ഇപ്പം എല്ലാ ദിവസവും ഉച്ച കഴിഞ്ഞ് മഴയല്ലേ, അപ്പോൾ വിറകെല്ലാം നനഞ്ഞു പോയതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റും.
കൊണ്ടുവച്ച് തണുപ്പടിച്ച് കഴിഞ്ഞാൽ പിന്നെ കത്തൂലല്ലോ. നാല് അടുപ്പ് വിറകടുപ്പ് തന്നെ, അതിൽ തന്നെ വേണമല്ലോ ഓരോ സാധനങ്ങൾ. അതുകൊണ്ടാണ് കഴിഞ്ഞ ഒരു ദിവസം ഒരു വീഡിയോ എൻ്റെ ഇടയിൽ ഒരു കമൻറ്റാണ് കേട്ടോ, വീട്ടിലെ ഭക്ഷണം കഴിക്കാനാണ് പിന്നെ എന്തിനാ ഹോട്ടലിൽ പോകണമെന്ന് കേട്ടോ. അത് മനസ്സിലാവണമെങ്കിൽ നമ്മൾ വീടൊക്കെ വിട്ട് എല്ലാ ദിവസവും പുറത്തുനിന്ന് കഴിക്കേണ്ടി വരുന്ന അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ വരണം. ഇപ്പോൾ ബാച്ചിലേഴ്സ് ആയിട്ടുള്ള ആളുകൾ, അത് കുക്ക് ചെയ്യാൻ പറ്റാത്തവരോ അതല്ലെങ്കിൽ ഹോസ്റ്റലിൽ നിൽക്കുന്ന കുട്ടികളോ അങ്ങനെയൊക്കെ ഉള്ളവർക്കാണ് അതിൻ്റെ ഒരു വില മനസ്സിലാവുക. നമ്മൾ വീട്ടിൽ നിന്ന് നമുക്ക് കഴിക്കാൻ പറ്റാത്ത നിൽക്കുന്ന സാഹചര്യത്തിൽ വീട്ടിലെ പോലെ ഭക്ഷണം കിട്ടുക വെച്ചാൽ ഭയങ്കര ഒരു അനുഗ്രഹമാണത്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനത്തെ കടകൾ പറയുമ്പോൾ എടുത്ത് പറയുന്നത്. നമ്മുടെ വീട്ടിൽ നിന്ന് വീട്ടിൽ ആരെങ്കിലും വെക്കുന്ന അല്ലെങ്കിൽ നമ്മൾ തന്നെ വെക്കുന്നത് പോലത്തെ ഭക്ഷണം പുറമേ നിന്ന് കിട്ടുമ്പോൾ അത് ഭയങ്കര പ്രത്യേകതയാണ് അതിന് അതറിയണമെങ്കിൽ നമ്മൾ വീട്ടിൽ നിന്ന് കഴിക്കാൻ പറ്റാതെ കുറച്ച് ദിവസമെങ്കിലും മാറി നിന്ന് നോക്കണം. അപ്പോഴാണ് അത് മനസ്സിലാവും. ഞാൻ മാറി നിന്നുണ്ട് ഹോസ്റ്റലിലൊക്കെ നിന്ന സമയത്ത്. ഞാൻ പഠിക്കണ ബാങ്ക് കോച്ചിങ്ങിനൊക്കെ പോയ സമയത്തേ ഹോസ്റ്റലിൽ പോയി താമസിച്ചായിരുന്നു. ഇല്ല, ബാങ്കിലില്ല, ഞാൻ പഠിപ്പിക്കുക. അപ്പോൾ ഇപ്പൊ അന്ന് പോയ സമയത്ത് ഭയങ്കര നമുക്ക് കൊതിയാവും വീട്ടിലെ ചോറുണ്ണ. അവള് ബാംഗ്ലൂർ പഠിക്കുകയാണ് ഇവിടുത്തെ മോള്. അപ്പോൾ കൊച്ചിനെ അവിടെ അത് മനസ്സിലാവും. അങ്ങനെയൊക്കെ പോയി നിൽക്കുമ്പോഴാണ് നമുക്ക് നമ്മുടെ ഭക്ഷണമൊക്കെ എന്ത് നല്ലതാ, നമ്മുടെ വീട്ടിലൊരു ചമ്മന്തി ആയാൽ പോലും അതിനൊക്കെ എന്നാ സ്വാദാന്നൊക്കെ നമുക്ക് തോന്നണത്. ഇവിടെ ഈ ഒരു കൂട്ടുകറി കണ്ടോ, നോക്കിയേ, ക്യാരറ്റും കടലയൊക്കെ ചേർത്ത് ഒരു കൂട്ടുകറി. ഞങ്ങളൊരു കൂട്ടുകറി വയ്ക്കുവേ. ഇത് പക്ഷേ അവിയലിൻ്റെ ഒരു കൂട്ട് പോലെയാണ് ഉള്ളത്. പക്ഷെ ഞങ്ങൾ വെക്കണ കൂട്ടുകറി എന്ന് വെച്ചാൽ തേങ്ങ വറുത്തരയ്ക്കും. ഈ ക്യാരറ്റ്, ബീട്രൂട്ട്, പിന്നെ കടല, ബീൻസ്, ചേന, ഏത്തക്കായ ഇത്രയും ചേർത്തിട്ട് ആ കടല വേവിച്ച് പച്ചക്കറി വേവിച്ചിട്ട് അതിലേക്ക് തേങ്ങ വറുത്തരച്ച് ഒരു തീയലിൻ്റെയൊക്കെ ആ കളറിലിരിക്കും. പക്ഷേ അതിൻ്റെ പരുവം അവിയലിൻ്റെ പരുവായിരിക്കും. അവസാനം കുറച്ച് ഗരം മസാല പൊടിയും കൂടെ ഇട്ടിട്ട് നമുക്ക് ഓണത്തിനും വിഷുവിനും എറണാകുളം ജില്ലയുടെ ഒരു ഭാഗത്ത് മൊത്തം കല്യാണ സദ്യക്കൊക്കെ വിളമ്പുന്ന ഒരു കൂട്ടുകറിയാണ്. പക്ഷെ ആ കൂട്ടുകറി ഞാൻ ഇന്നേ വരെ വേറെ ഒരു സ്ഥലത്ത് കണ്ടിട്ടില്ല. ചേനയാണ് അതിൻ്റെ ഒരു ചേനയും ഏത്തക്കായാണ് അതിൻ്റെ ഒരു മെയിൻ ടേസ്റ്റ് ഉണ്ടാക്കുന്ന സാധനം. പക്ഷെ ഇത് നമ്മുടെ അവിയലിൻ്റെ കൂട്ടാണ്. പക്ഷെ ഞാനീ പറഞ്ഞ സെയിം പച്ചക്കറികളാണ് അങ്ങനെ ഒരു കറി, ഒരു പുതുമയുള്ള കറി. ഓരോ ജില്ലകളിൽ ചെല്ലുമ്പോഴും വ്യത്യസ്തമായിട്ടുള്ള രുചികളൊക്കെ അല്ലേ. എനിക്ക് സാമ്പാറിൻ്റെ ടേസ്റ്റ് കൊണ്ടേ മീൻകറി അവിടെ തന്നെ വെച്ചിട്ട് ഞാൻ വീണ്ടും സാമ്പാർ തന്നെ മേടിച്ചിരിക്കുക. അവിടെയാണെങ്കിൽ നമ്മൾ യൂണിക്കാനിരിക്കുകയല്ലേ, ഇതൊരു ഷെഡ് പോലെ പണിതാണ് കേട്ടോ. ബാക്കിൽ തന്നെയാണ് വീട്. അതിൻ്റെ തൊട്ട് മുമ്പിൽ കുക്ക് ചെയ്യാനുള്ളൊരു സ്ഥലം, ഒരു ചെറിയ ഷെഡ്, അതിൻ്റെ അപ്പുറത്ത് ഊണ് കഴിക്കാൻ വേണ്ടി. അപ്പോൾ ഇങ്ങനെ നേരെ നോക്കിക്കഴിഞ്ഞാൽ എപ്പോഴും ഇങ്ങനെ ട്രെയിൻ പോയിക്കൊണ്ടിരിക്കുക. ഒരു 100 മീറ്റർ വ്യത്യാസമേ ഉള്ളൂ റെയിൽവേ ട്രാക്കും ഈ വീടും തമ്മിൽ. അതുപോലെ തന്നെ ഒരു 1/2 കിലോമീറ്റർ ഇല്ല റെയിൽവേ സ്റ്റേഷനിലേക്ക്. മരാരിക്കുളം റെയിൽവേ സ്റ്റേഷനിലെ അവിടെ നിന്ന് തൊട്ട് ചേർന്ന്. ഇതിൻ്റെ ഒരു രസം എന്നാന്ന് വെച്ചാൽ ഞാൻ ഇന്നലെ ഞാൻ ഫോൺ വിളിച്ചായിരുന്നു ഇന്നിപ്പോൾ വരുന്ന കാര്യമൊക്കെ പറയാൻ വേണ്ടി. അപ്പോൾ എൻ്റെ അടുത്ത് ഇവിടുത്തെ സുനിലേട്ടൻ പറഞ്ഞു റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ നിന്ന് തെക്കേ അറ്റത്തേക്ക് പോന്നാൽ മതി. അത് ആലപ്പുഴയിൽ വരുമ്പോൾ ഞാൻ ആലപ്പുഴക്കാരോട് സംസാരിക്കുമ്പോൾ കേൾക്കുന്ന ഒരു കാര്യമാണ്, ഇവർ ദിക്ക് വെച്ച് പറയും. വടക്കോട്ട് ഇങ്ങ് പോന്നാൽ മതി, പടിഞ്ഞാറേ സൈഡിൽ എന്നൊക്കെ പറയും. അപ്പോൾ എനിക്ക് പരിചയമില്ലാത്ത വേറൊരു സ്ഥലത്ത് ചെന്നാൽ എനിക്ക് ദിക്ക് മനസ്സിലാവില്ല. അതുകൊണ്ട് ഞങ്ങളിവിടെ കിടന്ന് കുറേ വട്ടം ചീറ്റി ഒരു 1/4 മണിക്കൂർ ഈ റെയിൽവേ സ്റ്റേഷൻ്റെ ചുറ്റിലും കിടന്ന് ഈ വീട് അന്വേഷിച്ച് കറങ്ങി. അങ്ങനെയാണ് ഇവിടെ എത്തിയത്. അതെല്ലാവർക്കും ആ പ്രശ്നമുണ്ടോ എനിക്ക് മനസ്സിലാവില്ല, ഇങ്ങനെ ദിക്ക് പറഞ്ഞു തന്നാൽ. അറില്ലേ, മറന്നുപോയി അതിൻ്റെ കാര്യം. മാങ്ങാച്ചാർ ഇവിടുത്തെ മാങ്ങയാ? സൂപ്പറാണ്. ബീട്രൂട്ട് അച്ചാർ ഞാൻ കഴിച്ചു നോക്കിയിട്ടുണ്ട്. വിനാഗിരിയൊക്കെ ചേർത്തിട്ട് ഇവിടുത്തെ തന്നെ മാവിലുണ്ടായ മാങ്ങയാണ് ഈ എരിഞ്ഞ് അച്ചാറിട്ട് വെച്ചിരിക്കുന്നത്. എല്ലാം ഒരു സ്വാദാണ്. അച്ചാർ പൊതുവേ ഒരു വീക്ക്നെസ്സാണ്, മാങ്ങ അച്ചാർ പ്രത്യേകിച്ച്. ഇപ്പം എല്ലായിടത്തും മാങ്ങ പഴുക്കാൻ തുടങ്ങി. അപ്പോൾ ഇങ്ങനെ പുളിയുള്ള മാങ്ങ കിട്ടുമ്പോൾ ഞാൻ എവിടെ കണ്ടാലും മേടിച്ച് വയ്ക്കും. പക്ഷേ ഇത്തവണ കിട്ടിയത് കുറവാണ്. തേങ്ങ അരച്ച മീൻകൂട്ടാനാണ്. മീൻകൂട്ടാൻ ഇത് തന്നെയാണ്, ഈ ചാള തന്നെയാണ് വെച്ചിട്ടുള്ളത്. ആലപ്പുഴ സ്റ്റൈൽ മീൻകറി. ഇതിൽ കുടംപുളിയാണോ ചേച്ചി ഉപയോഗിക്കുക? മീൻകറിയിൽ കുടംപുളി തന്നെ. അല്ല ചിലയിടത്തൊക്കെ വാളംപുളിയല്ലേ. നല്ലതാ, നല്ല മീൻകറി. ചേട്ടനല്ല വെച്ച മീൻകറി ചേച്ചിയുടെ വകയാണെന്ന്. ഇന്ന് സമയം കിട്ടിയില്ല അല്ലേ? നല്ല മീൻകറിയാ. ഇന്ന് ചേട്ടനാ വെക്കണം, ഇന്ന് ചേച്ചിയാ വെച്ചേന്ന്. നല്ല സ്വാദുള്ള ഭക്ഷണവും
നല്ല രസമുള്ളൊരു വീടും അതുപോലെ നല്ല സ്നേഹമുള്ള 2 മനുഷ്യരും. അങ്ങനെ അവരിങ്ങനെ ഈ നാട്ടുപുറത്തുള്ള ആളുകളുടെ ഒരു പ്രത്യേകത ഉണ്ടല്ലോ, നാട്ടുവിശേഷവും വീട്ടുവിശേഷവും. ഞാൻ അപ്പോൾ വന്നിട്ട് ഇനി എന്നെ പറയാനൊന്നും കാര്യങ്ങളില്ല. ചേച്ചി അത്രയും കാര്യങ്ങളൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞു. എല്ലാവരുടെയും ഫോട്ടോയും ഒക്കെ. മക്കളൊന്നും ഇവിടെ ഇല്ല. അപ്പോൾ കല്യാണമൊക്കെ കഴിച്ച് വിട്ടു, പഠിക്കാൻ പോയി ഒരാൾ. അപ്പോൾ അവരുടെ ഫോട്ടോ, കൊച്ചുമോൻ്റെ ഫോട്ടോ, അങ്ങനെ എല്ലാം കാണിച്ചു തന്ന് അവരുടെ വീട്ടിലാരോ മതമാരിയാണ് ഇപ്പോൾ. അങ്ങനെ വർത്താനമൊക്കെ പറയുന്ന ഒരിടം. അതാണ് നമ്മൾ ഈ കാണിക്കുന്ന പല സ്ഥലങ്ങളുടെയും പ്രത്യേകത. ഞാൻ ഇടയ്ക്ക് പറയില്ലേ, നമ്മളെ വീട്ടിലെ അച്ഛനും അമ്മയൊക്കെ പോലെ കുറച്ചും കൂടെ കഴിക്കൂ, ഇത് നിറഞ്ഞില്ലല്ലോ, ഇങ്ങനെ കഴിച്ചാൽ പോരല്ലോ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ കഴിപ്പിക്കുന്ന ഇടങ്ങൾ. അതുകൊണ്ടാണ് ഇതിനൊന്നും ഹോട്ടലിൽ നിന്ന് വിളിക്കാൻ നമുക്ക് തോന്നാത്ത, വീട്ടിൽ പോകും എന്ന് തന്നെ പറയണ എൻ്റെ കാര്യം. അപ്പോൾ ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അച്ചാറിങ്ങനെ വരത്തുന്നിട്ട് ഏരിയണം. അപ്പോൾ വീട്ടിലെ ഊണ് അങ്ങനെയാണ്. അവിടെ ഒരു ബോർഡർ റോഡിൽ വെച്ചിട്ടുണ്ടേ. അപ്പോൾ മാരാരിക്കുളം റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ നിന്ന് മുമ്പിലേക്ക് വരിക, സുനിലേട്ടൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ തെക്ക് ഭാഗത്തേക്ക് വരിക. തെക്കേ അറ്റത്തായിട്ട് ഇവിടെ വീട്ടിലെ ഊണിൻ്റെ ബോർഡ് ഇരിക്കണം കാണും. ഒരു വലിയ പാലമരം ഉണ്ട്. ആ പാലമരത്തിൻ്റെ ചോട്ടിലായിട്ട് വീട്ടിലെ ഊണെന്നൊരു ബോർഡ് കാണും. ഇന്നത്തെ കാഴ്ചകളൊക്കെ അവസാനിപ്പിക്കുക. പുതിയ വിശേഷങ്ങളും രുചി കാഴ്ചകളും ഒക്കെ ആയിട്ട് ഇനിയും വരാം.